ഐസക്, ഐസക് എന്താ നിന്ന് കളഞ്ഞത്? എന്താ ഐസക്, എന്തു പറ്റി? എന്റെ അന്വേഷണം പൂർത്തിയായി. എനിക്ക് എന്റെ അച്ഛനമ്മമാരെ തിരിച്ചു കിട്ടി. പക്ഷേ എനിക്ക് എന്റെ പ്രൊഫസറെ നഷ്ടപ്പെട്ടു. സാറാ തോമസിനെ അറിയുമോ? സാറാ തോമസ് അറിയുമോ? ഹോളി ഏഞ്ചൽസ് കോളേജിൽ ലെക്ചറായിരുന്ന സാറാ തോമസിനെ. ഇങ്ങനെ പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. സാറയുടെ അപ്പച്ചനെ ഞാൻ കണ്ടോളാം. ഒരു ഇന്റർ റിലിജിയൻ മാരേജ് എന്ന് പറഞ്ഞാൽ ആകാശം ഇടിഞ്ഞു വരുന്ന പ്രശ്നമൊന്നുമല്ല. എനിക്കെന്തോ വല്ലാത്ത കുറ്റബോധം. ഇത്രത്തോളം സ്വാതന്ത്ര്യം നമ്മൾ എടുക്കരുതായിരുന്നു. ശരിയാണ്. പക്ഷെ പൊരുത്തപ്പെട്ട മനസ്സുകൾക്കിടയിൽ ഒരു ബന്ധവും പാപമല്ല. എത്രയൊക്കെ വിദ്യാഭ്യാസവും ലോകപരിചയവും ഉണ്ടെന്ന് പറഞ്ഞാലും എന്റെ മനസ്സ് ഇപ്പോഴും ഒരു പഴഞ്ചൻ ക്രിസ്ത്യാനി പെണ്ണിന്റെ മനസ്സാണ്. സാറ് വിഷമിക്കണ്ട. നമ്മുടെ ബന്ധത്തിന് ഒരു ഒളിച്ചോട്ടത്തിന് സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. ഞാൻ ഏതായാലും കോവിലവും വരെ പോയിട്ട് വരാം. എല്ലാവരും സമ്മതിച്ചാൽ അങ്ങനെ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വഴി. അറിയാം, എനിക്ക് നഷ്ടപ്പെട്ട എന്റെ സാറേ എന്നേക്കാൾ കൂടുതലായിട്ട് എനിക്കറിയാം. ഇന്ന് എന്തിനവരെ വലിച്ചെറിഞ്ഞു? ഇല്ല, ഞാനവളെ വലിച്ചെറിഞ്ഞിട്ടില്ല. എനിക്കൊരിക്കലും അതിന് കഴിയുമായിരുന്നില്ല. 2 ദിവസത്തിനകം തിരിച്ചു വരാമെന്ന് പറഞ്ഞാണ് ഞാനന്ന് സാറയെ പിരിഞ്ഞത്. പക്ഷെ കോവിലകത്ത് എത്തുന്നതിന് മുമ്പ് ആരോ പറഞ്ഞു വെച്ചതുപോലെ എന്റെ കാർ ആക്സിഡന്റായി. ഗുരുതരമായ പരിക്കോടെയാണ് ഞാൻ രക്ഷപ്പെട്ടത്. ചികിത്സ കഴിഞ്ഞ് പുറത്തു വന്നപ്പോഴേക്കും നാളേറെ കഴിഞ്ഞിരുന്നു. ഞാൻ സാറയെ കാണാനായി ചെന്നു. പക്ഷെ അവൾ വീട് വിട്ടു പോയിരുന്നു. എവിടേക്കോ. ആവുന്നിടത്തൊക്കെ അന്വേഷിച്ചു. പക്ഷേ സാറയെ തിരിച്ചു കിട്ടില്ലെന്ന് ഉറപ്പ് വന്നപ്പോ ജീവിതത്തിന്റെ അർത്ഥം നഷ്ടപ്പെട്ട പോലെ തോന്നി. പിന്നീടാണ് ഞാൻ ലക്ഷ്മിഭായി വിവാഹം കഴിച്ചത്. ഊമയായ ലക്ഷ്മിഭായി. പാവം, അവൾക്കൊരു ജീവിതം കൊടുക്കാൻ ഞാൻ ശ്രമിക്കുകയായിരുന്നു. പതുക്കെ പതുക്കെ ഞാൻ അവളെ സ്നേഹിക്കാൻ പഠിച്ചു. പക്ഷേ അശ്വതിക്കുട്ടിയുടെ അമ്മയെ എന്റെ മോൾ ശ്രീദേവി എനിക്ക് തന്നിട്ട് അവളും എന്നെ വിട്ടുപോയി. അശ്വതിക്കുട്ടിക്ക് 1 വയസ്സ് തികയുന്ന ദിവസം അവളുടെ അച്ഛനും അമ്മയും ഞാനും അമ്പലത്തിൽ പോയി മടങ്ങുമായിരുന്നു. അശ്വതിക്കുട്ടിയെ നോക്കി വളർത്താനായി മാത്രം മരണം എന്നെ വെറുതെ വിട്ടു. Again, it was an accident. ഐസക്, ഞാൻ എപ്പോഴും പറയാറില്ലേ, മൈ ലൈഫ് ഈസ് ഫുൾ ഓഫ് ആക്സിഡന്റ്സ്. എന്നും ചിത്രശലഭങ്ങളെ മാത്രം നോക്കി വളർത്താനായിരിക്കും എന്റെ വിധി. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ സാറ ജീവിതത്തിൽ നിന്ന് തന്നെ ഒളിച്ചോടുകയായിരുന്നു. എനിക്കറിയില്ല. സാറയെ നഷ്ടപ്പെട്ട എനിക്ക് എന്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടു. ഇല്ല, എന്റെ അമ്മ എന്നെ എങ്ങും വലിച്ചെറിഞ്ഞിട്ടില്ല. സാറാ ടീച്ചറുടെ മകനാണ് ഞാൻ.
മോനെ, എനിക്ക് എന്റെ അപ്പച്ചനെ അമ്മച്ചി ഒന്ന് കാണണം.